ഹായ്, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ, ഞാനും സുഖമായിരിക്കുന്നു. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നോൺ വെജ് കറി, അതായത് ഇറച്ചിക്കറിയൊക്കെ വെല്ലുന്ന രുചിയിൽ നല്ല ടേസ്റ്റിൽ ഒരു കൂൺ മസാല എങ്ങനെ തയ്യാറാക്കാമെന്നതാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഒരു 1/2 കിലോ കൂനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കല്ലുപ്പിട്ടിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിങ്ങനെ ചിലരിതിങ്ങനെ വെറുതെ കൈ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കും കേട്ടോ, തൊലി കളയില്ല. അപ്പോൾ ഞാനിതിൻ്റെ തൊലി ഇങ്ങനെ ചെറുതായിട്ട് ചീന്തിയെടുക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ ചീന്തിയെടുക്കുന്നുണ്ട്. ഇതിങ്ങനെയാണ് മഷ്റൂം ഞാൻ ഇതുപോലെ കേട്ടോ ക്ലീൻ ചെയ്യൽ. എന്നിട്ട് ഈ തൊലിയെല്ലാം ചീന്തിയെടുത്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. അപ്പോൾ എല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് കഴുകി അതുപോലെ കട്ട് ചെയ്യാം. ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പിൽ വെക്കുന്നുണ്ട്. ഇത് ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയായാലും കുഴപ്പമില്ല. എന്നിട്ട് ഇത് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള നമ്മളെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ, കുറച്ച് നന്നായിട്ടുണ്ടാവും. രണ്ടെണ്ണൊക്കെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഈ സവാള ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇതുപോലെ ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്താൽ സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് വാടി കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഈ സവാള വാടി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം, ചതച്ചത്. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി വഴറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാനിതിലേക്ക് ഒരു 2 തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്ത് തക്കാളി വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. മസാലപ്പൊടികൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. എന്നിട്ട് ഇതെല്ലാം ഇട്ട് ഒന്ന് നന്നായി വഴറ്റി കൊടുക്കാം. ഇപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി വഴന്ന് വരുമ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്ത് വെച്ച കൂന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ഒരു 1/4 ഗ്ലാസ് കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. കാരണം ഇത് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ അതിൽ തന്നെ വെള്ളം കുടിച്ചിട്ടുണ്ടാവും കേട്ടോ കൂനിൽ. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചാൽ അത് വറ്റി കിട്ടില്ല മസാലയാകുമ്പോൾ. ഇതുപോലെ മൂടി വെച്ച് നമുക്കൊരു 4 മിനിറ്റ് നേരം വേവിച്ചാൽ മതി കേട്ടോ, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ ഞാൻ ഒന്ന് നന്നായി തിളച്ച് വേവാനായിട്ടുണ്ട്. ഇന്നൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മൂടി വെക്കുന്നുണ്ട്. ഇപ്പോൾ 2 മിനിറ്റ് ആകുമ്പോൾ നമ്മളൊന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ഒന്നും കൂടെ മൂടി വെച്ച് ഇതുപോലെ പിന്നെ തുറന്ന് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഇനി പിന്നെ നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. പിന്നെ വെള്ളം ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇത് ആറിപ്പോകുമ്പോൾ നമുക്കൊന്നും കൂടെ കുറുകി കിട്ടും. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ നന്നായിട്ടുണ്ടാവും കേട്ടോ. ഞാൻ ഒഴിച്ചിട്ടുണ്ട്, പക്ഷേ അത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമ്മളെ കൂൺ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.